ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങളുടെ ഗതി മാറുന്നു. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ അതായത് NCRBയുടെ പുതിയ കണക്കുകളനുസരിച്ച് പല ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പരമ്പരാഗതമായി കൂടിക്കൊണ്ടിരുന്ന കുറ്റകൃത്യങ്ങളിൽ വൻ കുറവാണ് ഇപ്പോൾ ഈ കണക്കുകൾ കാണിക്കുന്നത്. പക്ഷേ എവിടെയാണ് കുറ്റകൃത്യങ്ങൾ കൂടിയിരിക്കുന്നത്? സൈബർ ക്രൈമുകളാണ് കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും അതിരുകടക്കുന്ന രീതിയിലാണ് സൈബർ ക്രൈമുകൾ നടക്കുന്നത്. എന്താണ് ഇതിന് കാരണം? NCRB ഡാറ്റ എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. NCRB റിപ്പോർട്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ വശം സൈബർ ക്രൈമുകളുടെ കുതിച്ചുചാട്ടമാണ്. പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളുടെ കണക്ക് നോക്കിയാൽ മാത്രം മതി ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ. മുൻ വർഷത്തെ അപേക്ഷിച്ച് 73% വർധനമാണ് പഞ്ചാബിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും സാമ്പത്തിക തട്ടിപ്പുകളാണ്. കൂടാതെ സൈബർ സ്റ്റാക്കിംഗ്, സൈബർ ബുള്ളിയിങ്, അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കൽ എന്നിവയും വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. തെലങ്കാനയാണ് സൈബർ കുറ്റകൃത്യങ്ങളുടെ നിരക്കിൽ രാജ്യത്ത് തന്നെ മുന്നിൽ നിൽക്കുന്നത്. 1,00,000 പേരിൽ 71 പേർ അവിടെ സൈബർ തട്ടിപ്പിന് ഇരയാകുന്നു എന്നാണ് കണക്ക്. സാങ്കേതികവിദ്യ വളരുമ്പോഴും നമ്മൾ എത്രത്തോളം സുരക്ഷിതരാണ് എന്ന വലിയ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. മറ്റു സംസ്ഥാനങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിന് വലിയൊരു മാറ്റം അവകാശപ്പെടാനുണ്ട്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലും അതിന് മുൻ വർഷങ്ങളിലും വലിയ രീതിയിൽ ക്രൈമുകൾ നടന്ന സംസ്ഥാനത്ത് ഇപ്പോൾ അത് വളരെ കുറവാണ്. ഇത് കർശനമായ പോലീസിങ്ങിൻ്റെ ഉദാഹരണമാണെന്നാണ് നിരീക്ഷകർ പറയുന്നത്. തെലങ്കാനയിൽ 7.4% ക്രൈമുകൾ കുറഞ്ഞുവെങ്കിലും അവിടെ കുട്ടികൾക്ക് നേരെയും മുതിർന്ന പൗരന്മാർക്ക് നേരെ ഉണ്ടാകുന്ന ക്രൈമുകൾ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. മുംബൈ നഗരത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. അവിടെ മുതിർന്ന പൗരന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സൈബർ തട്ടിപ്പുകൾ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. നഗരങ്ങളിലെ ഏകാന്തതയും സാങ്കേതിക പരിജ്ഞാനക്കുറവുമാണ് സൈബർ ക്രിമിനലുകൾ മുതലെടുക്കുന്നത്. കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഇവ തെളിയിക്കപ്പെടുന്ന കാര്യത്തിൽ നാം ഇപ്പോഴും വളരെ പിന്നിലാണ്. ഉദാഹരണത്തിന് പഞ്ചാബിൽ സൈബർ കുറ്റകൃത്യങ്ങളുടെ ശിക്ഷാവിധി വെറും 20% മാത്രമാണ്. അതായത് 100 കേസുകൾ റിപ്പോർട്ട് ചെയ്താൽ 80 കുറ്റവാളികളും രക്ഷപ്പെടുന്നു. കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം 90% മുകളിലാണ്. സൈബർ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ പോലീസിന് പ്രത്യേക പരിശീലനം ലഭിക്കുന്നുണ്ടെങ്കിലും ഇന്റർനെറ്റിന്റെ അതിരുകളില്ലാത്ത ലോകത്ത് കുറ്റവാളിയെ കണ്ടെത്തുക എന്നൊരു വലിയ വെല്ലുവിളിയായി തുടരുന്നു. പലപ്പോഴും പരാതികൾ FIR ആയി മാറുന്നതിലും കാലതാമസം നേരിടുന്നുണ്ട്. ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് വ്യക്തമായ കാര്യമാണ്. നമ്മൾ നമ്മുടെ വീടുകളിൽ പോലും സുരക്ഷിതരല്ല. ഇത് മറികടക്കാൻ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അനാവശ്യമായി വരുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക. OTP നമ്പർ മറ്റാരുമായി ഷെയർ ചെയ്യാതിരിക്കുക. മുതിർന്ന പൗരന്മാർക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, ഇൻ്റർനെറ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്ന പരിജ്ഞാനം നൽകുക. ഇതിലൂടെയൊക്കെ മാത്രമേ ഈ കുറ്റകൃത്യത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ. ഇതൊക്കെ തന്നെയാണ് പോലീസും വിദഗ്ധരും നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളും. സീറോ ടോളറൻസ് നയം സ്വീകരിക്കുന്നുണ്ടെന്ന് സർക്കാരുകൾ പറയുമ്പോഴും ജനങ്ങളുടെ ജാഗ്രതയാണ് ഏറ്റവും പ്രധാനം. കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം മാറുകയാണ്. കത്തിയും തോക്കും ഉപയോഗിച്ച സ്ഥാനത്ത് ഇപ്പോൾ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും ആയുധങ്ങളാക്കുന്നു. NCRBയുടെ ഈ ഡാറ്റ ജനങ്ങൾക്കും ഭരണകൂടങ്ങൾക്കും ഒരു പാഠമാണ്. ഇത്തരം കുറ്റങ്ങൾക്ക് കൃത്യമായ ശിക്ഷ നൽകുക, ഇതാണ് ഏറ്റവും പ്രധാനം.